வானத்திலே எரிதொரு வட்ட விளக்கு அத வணங்கிடவே ஏத்தி வச்சோ குத்து விளக்கு சந்திரன் நமக்கு தெய்வமடி அத கும்பிட்டு கும்பிட்டு கும்மியடி சுந்தரியே செந்தமிழு பெண் கொடியே மஞ்சள் மணம் பூசி வரும் மார்கழி பங்கிளியே தெங்காசி சாந்தும் மிட்டு தெருக்கூத்தும் பாட்டும் போட்டு தெங்காசி சாந்தும் மிட்டு தெருக்கூத்தும் பாட்டும் போட்டு தென்மாங்கு தேனே முன்னில் வா நீ வா தென்பாண்டி கோலமையில் வா தேனே முன்னில் வா நீ வா தென்பாண்டி கோலமையில் வா சுந்தரியே சுந்தரியே செந்தமிழு பெண் கொடியே ടുക്കും തിങ്കൾ കുറുമ്പനന മണ്ണിൽ മരുമരിച്ചു നേരം കണ്ണിൽ വിളക്കും വെച്ച് കന്നി കീനാവും കണ്ട് മോഹം വിരിഞ്ഞൊരുങ്ങും പ്രായം മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട് മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട് കളിയാടി പാടി തരുവാൻ കല്യാണ തിരുനാളിൽ കാലം വരുവാൻ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ സുന്ദരിയേ സുന്ദരിയേ செந்தமிழு பெண் கொடியே പതുങ്ങി വന്നു നെഞ്ചിൽ ഉരുമ്മി നിന്ന് കാതിൽ കഥ പറയും കാലം കണ്ണിൽ വിളക്കും വെച്ച് കന്നി കീനാവും കണ്ട് മോഹം വിരിഞ്ഞൊരുങ്ങും പ്രായം മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട് മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട് കളിയാടി പാടി തരുവാൻ കല്യാണ തിരുനാളിൽ കാലം വരുവാൻ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ സുന്ദരിയേ സുന്ദരിയേ செந்தமிழு பெண் கொடியே மஞ்சள் மணம் பூசி வரும் மார்கழி பங்கிளியே தெங்காசி சாந்தும் மிட்டு தெருக்கூத்தும் பாட்டும் போட்டு தெங்காசி சாந்தும் மிட்டு தெருக்கூத்தும் பாட்டும் போட்டு தெம்மாங்க தேனே முன்னில் வா தென்பாண்டி கோலமயில்
പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം അല്ലെ? ഓക്കെ, അഭി ചേച്ചി. ബദ്രി അടിപൊളിയായിട്ട് പാടി, നല്ല രസമായിരുന്നു. ആ ഗെറ്റപ്പും അതെ, ആ വോയിസിന്റെ ത്രോ അതെ. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് കേൾക്കാനുണ്ടായിരുന്നു, പാട്ടിൽ കേൾക്കാനുണ്ടായിരുന്നു. ഐ വുഡ് ഓൺലി സേ ക്ലാസിക്കലിന്റെ ആ ഒരു അംശം ഇച്ചിരി കൂടിപ്പോയോ എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇറ്റ്സ് മോർ ഓഫ് ഫോക്ക്, കുറെ കൂടെ റസ്റ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അതിന്റെ അതിപ്പോ എങ്ങനെയാ ഇവർ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. വേണ്ടി വരില്ല. എക്സാക്ട്ലി. അത് കുറച്ചുകൂടെ ഒരു മെഴുക്ക് പുരട്ടി അവതരിപ്പിക്കണം, നോട്ട് ആസ് ക്രിസ്പ്. അത് അങ്ങനെയാണ് എനിക്ക് പറയാൻ, എനിക്ക് എൻ്റെ ഇതില് എനിക്ക് പറയാൻ തോന്നുന്നത് അങ്ങനെയാണ്. ബട്ട് ബ്രില്യൻറ്റ്, അടിപൊളി വോയിസ് കൺട്രോൾ ആണ്. ഇത് ഒറിജിനൽ പിച്ച് ആണോ? അല്ല, ഒരു കട്ട താഴ്ത്തിട്ട്. താത്തിയോ? എന്തിനാ? അത് ഹൈ പോകുമ്പോഴേ. എവിടെ, ഏതാ ഏറ്റവും ഹൈ പോകുന്ന ഇതില്? മണമകളെ. അത് ഒരു ഒറിജിനൽ ഒന്ന് കൊടുത്തേ. മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട്. നല്ല ഭംഗിയായിട്ട് പാടിയല്ലോ. മാമയിലൊക്കെ അവിടെ പോയി ഇരുന്നല്ലോ. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ രജിസ്റ്ററിൽ പാടിയതെല്ലാം ഒന്നും കേൾക്കാൻ വയ്യായിരുന്നില്ല. അത് പിന്നെ ഒറ്റൊരു കാര്യം എനിക്കൊരു സംശയം ചോദിക്കാനാണ്. അനുപല്ലവിയിലും ചരണത്തിലും ഈ തെമ്മാങ്ക് തേനെ എന്ന് പറയുന്ന ആ ലൈനിന്റെ മുന്നിൽ പാടിയ ലൈൻ ഒരേ ലൈനായിരുന്നു പാടിയത്. ലിറിക്സ് മാറിപ്പോയി. കുഴപ്പമില്ല. പക്ഷെ ദ തിങ് ഇസ്, ഇതൊരു ലൈവ് പെർഫോമൻസ് ആയിരുന്നെങ്കിൽ ആരും അത് ശ്രദ്ധിക്കത്തൊന്നുമില്ല. കറക്റ്റായിട്ട് ഒരു മുഖത്തിൽ ഒരു എക്സ്പ്രഷൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളിവിടെ ഇരുന്ന് നമ്മുടെ പണി ഇതായത് നമ്മൾ നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യു കണ്ടിന്യൂഡ് വിത്ത് ദ ഫ്ലോ. അതിൽ ഒരു കുഴപ്പം ഒന്നും വന്നില്ല. എനിക്ക് മൊത്തത്തിൽ ഇറ്റ് വാസ് എ വെരി ഹൈ എനർജി, വെരി പോസിറ്റീവ്, അപ്ബീറ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയേ. ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് വോയിസിന് ആവശ്യത്തിനുള്ള ത്രോവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ആ ഒറിജിനൽ കട്ടയ്ക്ക് തന്നെ പിടിച്ചോ. ബദ്രി, ഇതില് ഒരുപാട് നല്ല വശങ്ങളുണ്ട്. ബദ്രി പാടിയതില് നല്ല ഹൈ എനർജി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിരുന്നു. ഉഗ്രനായിട്ട് പാടി, ഫുൾ എനർജി. ഏറ്റവും വലിയ ചാലഞ്ച് തോന്നുന്നു 3 സിംഗേഴ്സ് പാടിയതാണ് ബദ്രി ഒരാൾ അവിടെ നിന്നിട്ട് പാടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 സിംഗേഴ്സിന് അതിൽ നമുക്ക് 3 മോഡുലേഷൻ, എനിക്കൊന്ന് അവരും ചെറിയൊരു മോഡുലേഷൻ ഒക്കെ ഓരോരുത്തർ പാടുമ്പോൾ അവരുടെ ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. പക്ഷെ ബദ്രി പാടിയപ്പോൾ ഇത് 3നും സെയിം ക്യാരക്ടർ ആയിപ്പോയി. അതാണ് പിന്നെ അഭി പറഞ്ഞത്. എല്ലാത്തിനും ഇത്രയും ക്ലാസിക്കൽ ഇത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെയിം പോലെ നമുക്ക് തോന്നും. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ആ മോഡുലേഷനിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അതും കൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഒരു സ്ട്രെയിൻ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് പിച്ച് വേണമെങ്കിൽ ഒരു ഹാഫോ അല്ലെങ്കിൽ മാക്സിമം ഒരു ഫുൾ ടോണൊക്കെ ഓൾട്ടർ ചെയ്യാം. ഇപ്പോൾ ഹൈ ആക്കണമെങ്കിൽ ഹൈ ആക്കാം, ലോ ആക്കണമെങ്കിൽ ലോ ആക്കാം. മാക്സിമം ഒറിജിനൽ തന്നെ പാടാൻ ശ്രമിക്കുക. അത് സ്ട്രെയിൻ വരികയാണെങ്കിൽ ഇത് സ്ട്രെയിൻ അല്ല, ഇത് സെൽഫ് ഡൗട്ടാണ്. അത് എത്ര പോർഷൻ ഉണ്ട് ഈ പാട്ടില്? 2 ഭാഗത്തും കണ്ടല്ലേ ഉള്ളൂ അല്ലെ? അനുപല്ലവിയിൽ ഒരു ഭാഗം, ചരണത്തിൽ അത്രല്ലേ ഉള്ളൂ. ഇതില് ലോ രജിസ്റ്റർ വരുന്ന എന്തോരം ഭാഗങ്ങളുണ്ട്. പല്ലവിയിലുണ്ട്, അനുപല്ലവിയിലുണ്ട്, ചരണത്തിലുണ്ട്. അവിടെയൊക്കെയാണ് ശ്രുതി ഇങ്ങനെ മാറി ആ നോട്ട് എത്താത്ത ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ നമ്മളിവിടെ ഫീൽ ചെയ്തു. അത്രേ ഉള്ളൂ ബദ്രി. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ബദ്രി പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അവര് നല്ല വിശദമായിട്ട് എല്ലാം പറഞ്ഞു. ബദ്രി ഇനി ശ്രദ്ധിക്കാൻ എനിക്ക് തോന്നിയത്, ഇപ്പം ബദ്രിയുടെ ആദ്യത്തെ പെർഫോമൻസസിലൊക്കെ ഈ കർണാട്ടിക് ഇൻഫ്ലുവൻസിലുള്ള പാട്ടിലുണ്ടായിരുന്നു. ഈ പാട്ടിലും ബുദ്ധിപൂർവം ബദ്രി ഒരു കർണാട്ടിക് അല്ല ശരിക്കും, ഇറ്റ്സ് എ ഫോക്ക് അല്ലേ? അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് വേറൊരു രീതിയിലൊന്ന് പാടാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ടോപ്പ് പോർഷൻ ഒന്ന് പാടാവോ? മണമകളെ മണിക്കുയിലേ മാമയിലായി. അവിടെ മാമയിലായി ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, മാമയിലായി. അത്ര സംഗതി ഇത്രയും പ്രോമിനന്റ് ആക്കണ്ട. അതങ്ങനെ വേണ്ട. ഒരു ഫോക്കിഷ് ആക്കണം. അകാരവുമല്ല, ഒരു സൗണ്ടിങ് ആണ് അവിടെ വരണേ. ഒന്ന് ട്രൈ നോക്കി. അല്ല, അതിപ്പോ ഒരുപാട് ഒതുക്കി കളഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് നിക്കണം നമ്മള്. മാമയിലായി നീയാട്, മാമയിലായി നീയാട്. അത് കൊറേ ട്രെയിൻ ചെയ്യണം.
കേൾക്കണം. ഓക്കെ എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്തത് ആ സിംഗർ എന്നുള്ളതൊന്ന്, അല്ലെങ്കിൽ ഇത് കർണാട്ടിക് ആയി പോവും, ഓക്കെ ഭയങ്കര ഒരു സെമി ക്ലാസിക്കൽ പാട്ടായി പോവും. അപ്പൊ അത് ഇനി ഒബ്സർവ് ചെയ്യണം, ഓരോ സിംഗേഴ്സ് എങ്ങനെയാണ് ആ സോങ്ങിനെ ട്രീറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പൊ അതാണ് ബദ്രി എനിക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം അല്ലേ? അതെ ചോദിക്കാം. ഓക്കെ, ഹരിച്ചേട്ടാ. ഐ എം ഗിവിംഗ് യു 8.5 ഔട്ട് ഓഫ് 10. താങ്ക് യു സർ. സൂപ്പർ. ഷാനിക്ക. ഐ എം ഗിവിംഗ് യു 8.5. താങ്ക് യു സർ. സൂപ്പർ. ചേച്ചി. എന്റെ മക 8.5. താങ്ക് യു. 25.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഹാപ്പി അല്ലേ? ആ ഹാപ്പിയാണ്. അപ്പൊ ഈ സന്തോഷത്തിൽ നീ നേരത്തെ ചെയ്ത ആ ഒരു മറ്റേ പരസ്യത്തിന്റെ ഒരു ശബ്ദങ്ങളൊക്കെ കാണിക്കില്ലേ, ഭയങ്കര കഴിവുകളായിരിച്ചേട്ടാ. ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ, ചുറ്റും നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക. ഇവൻ ഈ പെണ്ണുങ്ങളുടെ സൗണ്ടിലൊക്കെ ഇങ്ങനെ ഓരോ വോയിസസ് ഇങ്ങനെ കാണിക്കും. ഒന്ന് കാണിക്കാവോ ബദ്രി? ഒരു ബാക്കിങ് ചെയ്യൂ ചേട്ടാ. മ്യൂസിക് ഇടും. മ്യൂസിക് ഇട്ടാ ഞാൻ കാണിക്കാം. നീ കക്കാൻ പോണ പോലെ അയ്യോ, പാർവതിയുടെ തമാശ നിലവാരം കൂടി. മ്യൂസിക് വേണോ? അവിടെ ക്വാളിറ്റി ഒക്കെ കൂടുന്നുണ്ട്. കൂടുന്നുണ്ട്. മ്യൂസിക് വേണ്ട, അല്ലാണ്ട് കാണിക്കാം ഞങ്ങളെ. ചിരിക്കരുത് ദയവേത്. ഇല്ലടാ കരയാം. ഇല്ലടാ ചിരിക്കൂല. നിന്നെ ഒരു നോക്കു കണ്ടാലോ ദിനം ധന്യമായി, ദിനം ധന്യമായി. ഇന്നെന്താണ്? ഇന്ന് ഞങ്ങളുടെ മ്യൂസിക് കോമ്പറ്റീഷനാ. മമ്മിയുടെ മുഖം ഞങ്ങൾക്കും പേഴ്സിലുണ്ട് 100% കൂടുതൽ ക്രിസ്റ്റലിൻ. അതായത് നിങ്ങളുടെ ചർമ്മത്തിന് നിൽക്കുന്നു ഒരു സവിശേഷ കൂളിംഗ് ക്രിസ്റ്റൽസ്. മിമ്മി മിമ്മി. കലക്കി. ഇനി ഇത് കണ്ട ഏതെങ്കിലും ആഡ് ഏജൻസി വിളിച്ചോണ്ട് പോകും ഡബ് ചെയ്യാനായിട്ട്. മമ്മി പോയാ മതി.